നാം കൂലിക്കെടുത്തവരോട്, നാം സേവകനായി വെച്ചവരോട് കാണിക്കേണ്ടുന്ന കാരുണ്യത്തിന്റെ ഉദാത്തമായ ഒരു ഭാവമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു അനുഭവം ഹദീസിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, ബൈന അന അദ്രിബു ഗുലാമൻ ലി, എന്റെ സേവകനെ ഞാൻ ഒരു പ്രശ്നത്തിന്റെ പേരിൽ അടിച്ചുകൊണ്ടിരിക്കെ, ചാട്ടയടിച്ചുകൊണ്ടിരിക്കെ, ഇത് സമഅതു സൗതൻ മിൻ ഖൽബി, പിന്നിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. രണ്ട് പ്രാവശ്യം അബൂ മസ്ഊദേ നീ അറിയണം, അബൂ മസ്ഊദേ നീ അറിയണം എന്ന ആവർത്തി ശബ്ദം കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പോഴാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു. എന്റെ കയ്യിലെ ചാട്ട ഞാൻ താഴെയിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ലില്ലാഹി അഖ്ദറു അലൈക മിൻക അലാ ഹാദാ, വല്ലാഹി പടച്ചവനാണ് സത്യം, ലില്ലാഹി അഖ്ദറു അലൈക മിൻക അലാ ഹാദാ, ഇവനെ നീ എത്രമേൽ പ്രഹരിച്ചുവോ അതിനേക്കാൾ ശക്തമായി നിന്നെ പ്രഹരിക്കാൻ കഴിയുന്നവനാണ് അല്ലാഹ് എന്ന ബോധം അബൂ മസ്ഊദ് നിനക്ക് വേണം. നീ കൂലിക്കെടുത്ത, നീ വേലക്കെടുത്ത, നിന്റെ അടിമയായ സേവകനായ ഇവനെ നീ എത്രമേൽ പ്രഹരിച്ചുവോ അതിനേക്കാൾ ശക്തമായി നിന്നെ പ്രഹരിക്കാൻ കഴിയുന്ന ആളാണ് അല്ലാഹു എന്ന കാര്യം നീ മറന്നു പോകാൻ പാടില്ല. അബൂ മസ്ഊദ് പിന്നീട് ഇപ്പണി ചെയ്തിട്ടില്ല എന്നാണ്. നിങ്ങളെ അവരുടെ കീഴിലാക്കാൻ അല്ലാഹു കഴിയുമെന്ന്. ഇന്ന് നിങ്ങൾ ആരെ വേലക്കെടുത്തിട്ട് ആ വേലക്കാരോട് നിങ്ങൾ മോശമായിട്ട് പെരുമാറുന്നുവോ, അവരെ വേലക്കെടുക്കാൻ മാത്രം നിനക്ക് ശക്തി നൽകിയ ആ അല്ലാഹു നാളെ ഈ വേലക്കാരന്റെ കീഴിൽ നിന്നെ നിന്റെ തലമുറയെ ആക്കി മാറ്റും. അത്രയും മാറ്റം വരുത്താൻ ഈ അവസ്ഥ അല്ലാഹു മനുഷ്യന്റെ കാലചക്രം പോലെ കറക്കിക്കൊണ്ടിരിക്കും. ആ ബോധം നിനക്ക് വേണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചത്, ഇത്തഖുല്ലാഹ ഫീമാ മലകത് അയ്മാനുകും, നിങ്ങളുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ച ഈ സേവകരുടെ, വൃത്യരുടെ, അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ പടച്ചവനെ ഭയപ്പെടണം, പടച്ചവനെ ഭയപ്പെടണം. അത്വനൂഹും മിമ്മാ തഖുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്നത് അവരെ ഭക്ഷിപ്പിക്കണം. ഫഖ്സൂഹും മിമ്മാ തൽബസൂൻ, നിങ്ങൾ ധരിക്കുന്നത് അവരെ ധരിപ്പിക്കണം. വലാ തുകല്ലിഫൂഹും മിനൽ അമലി മാ ലാ യുതീഖൂൻ, അവർക്ക് കഴിയാത്ത ഒരു ജോലിക്കും നിങ്ങൾ അവരെ നിർബന്ധിക്കരുത്. ഫമാ അഹ്ബബ്തും ഫഅൻഫിഖൂ, അവരുടെ സേവനം നിങ്ങൾ തൃപ്തികരവും അവരെ നിങ്ങൾക്ക് ഇഷ്ടവുമാണെങ്കിൽ അവർക്ക് ചെലവഴിച്ചോ, ചെലവിന് കൊടുത്തോ, കൂടെ നിർത്തിക്കോ. ഫമാ കരീതും ഫബിയോ, അവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ അവരുടെ സേവനം തൃപ്തികരമല്ലെങ്കിൽ അവരെ അത് വിട്ടേക്കും, തിരിച്ചു വിട്ടേക്കും. അക്കാലഘട്ടത്തിൽ അടിമകളെ വിൽക്കുന്ന കാലം കൂടിയാണ് ഫബിയോ എന്ന് പറയുന്നത്. പുതിയ കാലഘട്ടത്തിന്റെ ഭാഷാർത്ഥം അവരെ അത് തിരിച്ചു വിട്ടേക്കും എന്നാണ്. ഇവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്, അവരെ നിങ്ങൾ പീഡിപ്പിക്കരുത്. മാനസികമായി, ശാരീരികമായി വേറെ ഏതെല്ലാം പീഡനങ്ങളുണ്ടോ അത്തരം ഒരു പീഡനം പറയും അവരോട് നിങ്ങൾ കാണിക്കരുത്. അല്ലാഹു ഇപ്പോൾ അവരെ നിങ്ങളുടെ കീഴിൽ നിർത്തിയിരിക്കുകയാണ്. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നാളെ നിങ്ങൾ അവന്റെ കീഴിലായി പോകും. അത്രയും കഴിവുള്ളവനാണ് അല്ലാഹ്. ഇന്ന് നിന്റെ കടയിൽ ജോലിക്ക് നിൽക്കുന്നവൻ, ഇന്ന് നിന്റെ കമ്പനിയിൽ സ്റ്റാഫായി നിൽക്കുന്നവൻ, ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചു വിളമ്പുന്നവൻ, അവരോട് മാന്യമായിട്ട് പെരുമാറാൻ നിനക്ക് പറ്റണം, അവരോട് കാരുണ്യം കാണിക്കാൻ നിനക്ക് പറ്റണം. അല്ലാഹ് ഇന്ന് അവരെ നിങ്ങളെ കീഴിലാക്കിയിരിക്കുകയാണ്. നീ എങ്ങാണ്ട് അന്യായം പ്രവർത്തിച്ചാൽ, ഹൃദയമില്ലായ്മ കാണിച്ചു വെച്ചാൽ, കാരുണ്യമില്ലാതെ പെരുമാറിയാൽ നാളെ നീയോ നിന്റെ തലമുറയോ ഇവന്റെ കീഴിൽ വേലക്കാരനായിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലുണ്ടല്ലോ. ഇന്നലത്തെ വലിയ തറവാട്ടുകാർ, ഇന്നലത്തെ വലിയ ബിസിനസ്സുകാരൻ, ഇന്നലത്തെ വലിയ മുടിചൂടാമണ്ണൻ ഇന്ന് അവന്റെ വീട്ടിൽ നെല്ല് കുത്താൻ വന്ന സ്ത്രീയുടെ വയറ്റിൽ പിറന്നവന്റെ കീഴിൽ പണിയെടുക്കുന്ന കാലമാണ് പുതിയ കാലമെന്ന് സഹോദരന്മാരെ മറന്നു പോകരുത്. അതിന് കഴിവുള്ളവനാണ് നാഥൻ. അതുകൊണ്ട് കാരുണ്യം, അവരോടും കാരുണ്യം. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം പറയുകയാണ്. അതിൽ മബ്റൂർ റളിയല്ലാഹു അൻഹു, മബ്റൂർ വന്നിരിക്കുന്ന ഹദീസ്, ഖാല ലഖീതു അബൂദർ ബിൻ റബ്ദ, റബ്ദയിൽ വെച്ച് ഞാൻ അബൂദറിനെ കണ്ടു. വഅലൈഹി ഹുല്ലത്തുൻ, അദ്ദേഹം നല്ല ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു, ശ്രദ്ധേയമായ ഒരു വസ്ത്രം, ഒരു പുതുവസ്ത്രം. വഅലാ ഗുലാമിഹി ഹുല്ല, അദ്ദേഹത്തിന്റെ സേവകനും അതുപോലത്തെ ഒരു മുന്തിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അദ്ദേഹം ഒരു മുന്തിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു അതുപോലെ വിലപിടിച്ച ഒരു വസ്ത്രം അദ്ദേഹം സേവകനും ധരിച്ചിരിക്കുന്നു. ഫസഅൽതുഹു അൻ ദാലിക, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ നീയും നിന്റെ സേവകനും
അസത്യം പറഞ്ഞിട്ട് ഉമ്മക്കും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂൽ ഞാനിങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അബൂദർ, അല്ലയോ അബൂദറെ, നീ അവന്റെ ഉമ്മക്ക് പറഞ്ഞു അല്ലേ, നീ അവനെ മോശമായി ശകാരിച്ചു അല്ലേ, നീ ഇപ്പോഴും ജാഹിലിയ്യത്ത് കൊണ്ട് നടക്കുന്നവനാ. ഇത് ഇസ്ലാമിന് ശീലമുള്ള കാര്യമല്ല. നിന്നിൽ ഇപ്പോഴും അനിസ്ലാമികതയാണുള്ളത്, ജാഹിലിയ്യത്ത്. നിന്നിൽ ഇസ്ലാമിയത്ത് ഉണ്ടായി വന്നിട്ടില്ല. ഒരു സഹാബിയോടാണ് പറഞ്ഞത്, വേണം നന്നായി തിരുനബിയുടെ കൂടെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്ന ഒരു സഹാബി ഒരു അവിചാരിത നിമിഷത്തിൽ ഇത്തിരി പ്രകോപിതനായി തന്റെ കൂടെ സേവകനായ വ്യക്തിയെ ചീത്ത പറയുകയും ശകാരത്തിൽ അവന്റെ ഉമ്മക്ക് വിടുകയും ചെയ്തപ്പോ ശക്തമായ ഭാഷയിൽ റസൂലുള്ളാഹി ഇടപെട്ടിട്ട് പറഞ്ഞത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ശാസിച്ചത്, നീ ഇപ്പോഴും ജാഹിലിയ്യത്തിൽ തന്നെ, നിങ്ങൾ ജാഹിലിയ്യത്ത് നിലനിൽക്കുന്നു. അനിസ്ലാമികതയെ കൈയൊഴിയാൻ കഴിയാത്തവർ ഇസ്ലാമിൽ ഉണ്ടായിട്ട് ഗുണമില്ല എന്ന് പഠിപ്പിക്കലാണ്. ആ ജാഹിലിയ്യത്തിനെ നീ എടുത്തു മാറ്റണം. നിന്റെ കൂടെയുള്ള ഈ സേവകൻ ഇഖ്വാനുക്കും ഹവലക്കും, നിങ്ങളുടെ സേവകർ, നിങ്ങൾ കൂലിക്കെടുത്തവർ, നിങ്ങൾക്ക് പണിക്ക് വരുന്നവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ജഅലഹുല്ലാഹു തഹ്ത ഐദീകും, ഇപ്പോൾ അല്ലാഹു അവരെ നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ കൈകൾക്ക് നിർത്തിയിരിക്കുകയാണ്. ഫമൻ കാന അഖൂഹു തഹ്ത യദിഹി, ആരുടെ കയ്യിൽ അവന്റെ സഹോദരൻ സേവകനായിട്ടുണ്ടോ, ആരുടെ കീഴിൽ ഒരു സഹോദരൻ വേലക്ക് നിൽക്കുന്നുണ്ടോ, ഫൽയുത്ഇമുഹു മിമ്മാ യഅകുൽ, അവൻ കഴിക്കുന്നത് അവനെയും കഴിപ്പിക്കട്ടെ, വൽയുൽബിസു മിമ്മാ യൽബസ്, അവൻ ധരിക്കുന്നത് അവനെയും ധരിപ്പിക്കട്ടെ, വലാ തുകല്ലിഫൂഹും മാ യഅലിമുഹും, അവർക്ക് സാധിക്കാത്ത ഒരു ജോലിക്കും അവരെ നിർബന്ധിക്കരുത്. ഫൈൻ കല്ലഫ്തുമൂഹും, ഇനി അവരെ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഫഅഈനുഹും, അവരെ കൂടെ നീയും ആ ജോലി ചെയ്യണം, കൂടെ നിന്നിട്ട് പണിയും ചെയ്യണം. അങ്ങനെ അവരോട് സ്നേഹം കാണിക്കണം എന്ന് ഹബീബായ റസൂൽ പഠിപ്പിച്ചത് കേട്ടിട്ട ഞാൻ ധരിക്കുന്ന അതേ വസ്ത്രം എന്റെ സേവകനെ ധരിപ്പിച്ചത് എന്നാണ്, ഞാൻ കഴിക്കുന്ന അതേ ഭക്ഷണം എന്റെ സേവകനെ കഴിപ്പിക്കുന്നത് എന്നാണ്. ഇന്നും അറബികൾക്കിടയിൽ ഒരേ തളികയിൽ നിന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്ന അച്ഛനുൾപ്പെടെ ഇരുന്ന് കഴിക്കുന്ന കാഴ്ചയുണ്ട് എങ്കിൽ അതിപ്പറഞ്ഞ ഉദാത്തമായ ഭാവത്തിന്റെ തുടർച്ചയാണെന്ന് മനസ്സിലാക്കണം. ഓഫീസിൽ വന്നവരെ പിടിച്ചിരുത്തിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവരെയും മജ്‌ലിസിലെ എല്ലാവരെയും ഇരുത്തിയിട്ട് കഴിക്കുന്ന ഒരു രീതി അറേബ്യൻ സമൂഹത്തിൽ ഇന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഉദാത്ത ഭാവത്തിന്റേതാണെന്നും അടിമകളെ മനുഷ്യനായി കാണാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറി വന്ന ആ മാറ്റത്തിന്റെ തുടർച്ചയിൽ കാരുണ്യത്തിന്റെ ഉദാത്തമായ ഈ ഭാവം പാരമ്പര്യമായി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു എങ്കിൽ ഇന്നും ജാട കാണിക്കാൻ മാത്രം പഠിച്ചവരാണ് നമ്മുടെ സഹോദരന്മാരെ വേദനയോടെ ഓർക്കണം. അപ്പോൾ അവിടെയാണ് ഈ കാരുണ്യം, ഈ കാരുണ്യത്തിന്റെ ഉദാത്തമായ ഭാവം അവിടെയാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്, പഠിക്കേണ്ടത്. അവിധം തൊഴിലാളികളോട്, കൂടെ നിൽക്കുന്ന ജോലിക്കാരോട് കാണിക്കേണ്ടുന്ന കാരുണ്യത്തെ കുറിച്ച് പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവരത് പഠിച്ചു. ഇതായിരുന്നു നബിയുടെ രീതി, അതായിരുന്നു സഹാബത്തിന്റെ രീതി. ആ തുടർച്ച ഇന്നും ഉദാത്തമായ സംസ്കൃതിയായി നിലനിൽക്കുന്നു എങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് മാറാൻ നമ്മുടെ കൂടെയുണ്ടല്ലോ ഒരുപാട് തൊഴിലാളികൾ, നമ്മുടെ ഓഫീസിലുണ്ടല്ലോ കീഴ് ജീവനക്കാർ. ഗവൺമെന്റിന്റെ ഉന്നതമായ വിധാനത്തിലെത്തുമ്പോ അഹങ്കാരത്തിന്റെ മുടിചൂടാമനായിട്ട് മാറാതെ കൂടെ നിൽക്കുന്ന മനുഷ്യരോട് ഇത്തിരി കാരുണ്യം കാണിച്ചിരുന്നു എങ്കിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്തളവും ഇവിടുത്തെ മറ്റു തൊഴിൽ മേഖലകളും ഇസ്ലാമിന്റെ ഉദാത്തമായ ഭാവം അനുഭവിക്കുന്ന ആളുകളാൽ കൃത്യമായ അനുഭവങ്ങൾ മറ്റുള്ള പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് മാറും എന്ന് നമ്മുടെ ജീവനക്കാർ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ആളുകളാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതുകൊണ്ട് ഇത്രയും ഉദാത്തമായ സംസ്കാരം കാഴ്ചവെച്ചു പഠിപ്പിച്ചു റസൂലുള്ളാഹി. സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞു പോയിട്ടും ഹുബ്ബുർ റസൂൽ നിർത്താത്ത സഹോദരന്മാർ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രമെന്ന്. തൊഴിൽ ദാതാവിനോടും കാണിക്കേണ്ട കാര്യത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമുക്ക് തൊഴിൽ തരുന്ന നമ്മുടെ തൊഴിലുടമ, പുതിയ കാലഘട്ടത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ തൊഴിലുടമയോട് കാണിക്കേണ്ട തൊഴിലാളിയുടെ കാര്യം, അതും ഏറെ പ്രസക്തമാണ് ഇസ്ലാമിൽ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി സഞ്ചരിക്കുന്ന കഥ വായിച്ച കൂട്ടത്തിൽ പകലിൽ അദ്ദേഹം വിദൂര ദേശങ്ങളിൽ, തന്റെ രാഷ്ട്രത്തിന്റെ വിദൂര ദിക്കുകളിൽ, റിമോട്ട് ഏരിയകളിൽ ഇങ്ങനെ വേഷം മാറി സഞ്ചരിക്കാറുണ്ടായിരുന്നു എന്നും അത്തരം ഒരു വേളയിൽ ഒരു ആട്ടിടയനുമായി അദ്ദേഹത്തിന്റെ സംവാദം ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ആട്ടിൻകുട്ടിയെ എനിക്ക് താ, നിനക്കതിന് മതിയായ വില തരാം. യജമാനൻ അറിയുകയില്ല. ഒരു തൊഴിലാളിയോടുള്ള വർത്തമാനമാണ്. അതിനാൽ തൊഴിലാളികളുടെ വർത്തമാനം, യജമാനൻ എന്നെ ഏൽപ്പിച്ചത് വിൽക്കാനല്ല വളർത്താനാണ്. അത് തൊഴിലാളി
തൊഴിലുടമയോട് കാണിക്കുന്ന കാരുണ്യമാണ്, വഞ്ചനയല്ല. വഞ്ചന കാരുണ്യരാഹിത്യത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വ വഞ്ചന കാണിക്കുക, അത് തൊഴിലാളി പേടിക്കേണ്ടുന്ന ഒന്നാണ്. തൊഴിലുടമ, തൊഴിൽദാതാവ് ആരാവട്ടെ, ഏൽപ്പിച്ച ഡ്യൂട്ടി ഭംഗിയായി ചെയ്യലാണ് തൊഴിലുടമയോട് കാണിക്കേണ്ടുന്ന സ്നേഹം. ഇവിടെ ഒരു തൊഴിലാളി തൊഴിലുടമയെ കുറിച്ച് പറയാം, എന്നെ വിൽക്കാൻ ഏൽപ്പിച്ചില്ല, എന്നെ ഇത് വളർത്താനായിരുന്നു, വേണമെങ്കിൽ ആ ഇയാൾ വാങ്ങി വെച്ചിട്ട് ആട്ടിൻകുട്ടിയെ കൊടുക്കാമായിരുന്നു. വീണ്ടും പറഞ്ഞു നോക്കി, ആരും അറിയില്ല, യജമാനൻ അറിയാൻ പോകുന്നില്ലല്ലോ, നിനക്ക് മതിയായ പണം കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഈ തൊഴിലാളിയുടെ വർത്തമാനം യജമാനൻ അറിയില്ല, ശരിയാണ്, ഇത് എന്നാണോ വിളിക്കാനോ അദ്ദേഹം വരില്ല. പക്ഷേ മുകളിൽ ഒരു നാഥൻ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം അറിയും. അപ്പൊ യജമാനന്റെ കൺവെട്ടത്തല്ലാത്ത അവസ്ഥയിലും പണം നൽകി പ്രലോഭിപ്പിക്കാൻ ബോധപൂർവ്വം ഭരണാധികാരി ശ്രമിച്ചപ്പോഴും ആ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലെ സാധാരണക്കാരനായ ആടിനെ മേയ്ക്കുന്ന കൂലിക്കാരൻ എവിടെയോ വിദൂര ദിക്കിൽ താമസിക്കുന്ന തൊഴിലുടമയോട് കാണിക്കുന്ന ഈ കാരുണ്യമുണ്ടല്ലോ, അത് തിരിച്ചറിയാൻ കഴിയാതെ പോയവരാണ് പുതിയ കാലഘട്ട തൊഴിലാളികൾ. ഇത് കാരുണ്യത്തിന്റെ മുഖ. ഇത് പ്രയോഗവൽക്കരിക്കാതെ നമ്മൾ നന്നായി നിസ്കരിച്ചത് കൊണ്ടും ദിക്ർ സ്വലാത്ത് ഒലിപ്പിച്ചത് കൊണ്ടും രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. നാം ഏൽപ്പിക്കപ്പെട്ട തൊഴിൽ ഭംഗിയായിട്ട് ചെയ്യുക, തൊഴിലുടമയോട് കാരുണ്യം കാണിക്കുക, അദ്ദേഹത്തിന് നൽകേണ്ട അവകാശം അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുക, ആ അമാനത്തിൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്തിൽ വഞ്ചന കാണിക്കാൻ ശ്രമിക്കുക. അമാനത്തിൽ ഉത്തരവാദിത്തത്തിൽ വഞ്ചന കാണിച്ചാൽ അവ പൊറുക്കില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ച കാര്യം പല ഇമ്പറിൽ വെച്ച് ഓർമ്മപ്പെടുത്തിയ സഹോദരന്മാരുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് വളരെ കൃത്യമായി ഈ വിഷയത്തെ കുറിച്ച് ബോധവൽക്കരിക്കുന്നു. ഒരുപാട് ഗൗരവമുള്ള വിഷയങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 3 ആളുകളെ കുറിച്ച് അല്ലാഹ് ഏറ്റവും മുന്നിൽ അവതരിപ്പിച്ചു തന്നു. ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന 3 പേരെ കുറിച്ചും എനിക്ക് കാണിച്ചു തന്നു. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന 3 ആളുകൾ, ആദ്യമായി നരകത്തിലേക്ക് തള്ളപ്പെടുന്ന 3 ആളുകൾ, ഇവരെ കുറിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് അല്ലാഹ് ശരിക്കും കാണിച്ചു തന്നു, അവതരിപ്പിച്ചു തന്നു. ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന 3 ആളുകളിൽ ഒന്നാമൻ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷിയായവൻ, ഒരു തൊഴിലാളി, ഒരാളുടെ കീഴിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാൾ, അവൻ തന്റെ റബ്ബിന് നന്നായിട്ട് ഇബാദത്ത് എടുത്തു, അല്ലാഹുവിന്റെ കൽപ്പന നന്നായിട്ട് പാലിച്ചു. അവന്റെ തൊഴിലുടമയോട് ഗുണകാംക്ഷയോടെ പെരുമാറി. ജോലിക്ക് നിൽക്കുന്ന ഒരാൾ, ഒരു തൊഴിലാളി, അവൻ നന്നായിട്ട് പടച്ചവനെ ഭയപ്പെട്ട് ജീവിച്ചു. ആ പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിൽ അവൻ ഇങ്ങനെ ഒരു മുഖം കൂടി കാഴ്ചവെച്ചു. തനിക്ക് തൊഴിൽ തന്ന തൊഴിൽ ദാതാവിനോട് ഗുണകാംക്ഷയോടെ പെരുമാറി. അദ്ദേഹത്തിന് ഗുണം വരട്ടെ, അദ്ദേഹം നശിക്കട്ടെ എന്നല്ല, പരമാവധി എന്റെ പോക്കറ്റിലേക്ക് വരട്ടെ എന്നല്ല, അദ്ദേഹത്തിന് ഗുണം വരട്ടെ. താൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കൂലി, അദ്ദേഹത്തിന്റെ ഔദാര്യം കിട്ടുന്നെങ്കിൽ അതും. പക്ഷെ അദ്ദേഹം ഇത് മുഖേന തകരരുത്, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഭംഗിയായി ചെയ്യാത്തത് മുഖേന ഈ തൊഴിലുടമ തകരാൻ പാടില്ല, അതെന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ആ ബോധത്തോടുകൂടി തന്റെ തൊഴിൽ ദാതാവിനോട് ഗുണകാംക്ഷയോടെ പെരുമാറി. അവനാണ് രണ്ടാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ. ഒന്നാമതായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന, ആദ്യമായി പ്രവേശിക്കുന്ന 3-ൽ ഒരാള് രക്തസാക്ഷിയാണെങ്കിൽ, ദീനിന്റെ മാർഗത്തിൽ അരുമ്പൽ ചെയ്യപ്പെട്ടവനാണെങ്കിൽ, ഈ പറയുന്ന രണ്ടാമൻ തൊഴിലുടമയോട് ഗുണകാംക്ഷയോടെ പെരുമാറുന്ന പടച്ചവനെ ഭയപ്പെടുന്ന മുസ്ലിമാണ്. മൂന്നാമത്തേത് ഭാര്യയും മക്കളും ഉണ്ടായിരിക്കെ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവർ. സഹോദരന്മാരെ, ആ പ്രയോഗം പോക്കറ്റിൽ കുറിച്ചു വെക്കണം പുതിയ കാലഘട്ടത്തിൽ. ഭാര്യയും മക്കളും പെണ്ണുങ്ങളും പുത്രകളത്രാദികളും ഉണ്ടായിട്ടും ചാരിത്രം കാത്തു സൂക്ഷിക്കുന്നവർ. അരമനയിൽ നിന്ന് പുറത്തു വരുന്ന വർത്തമാനം ഭാര്യയും മക്കളും ഉണ്ടായിട്ടും പെണ്ണിന്റെ പിന്നാലെ പോകുന്ന മാന്യന്മാരെ കുറിച്ചും, അത് വ്യാപകമായി താഴത്തിൽ വ്യാപിച്ചപ്പോൾ മഹല്ലുകളിൽ വരെ സ്വന്തം പെൺമ